Mobile phones. ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാത്തവർ ആരുമില്ല. മൊബൈൽ ഫോണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, അതായത് ഇപ്പോൾ വാട്സപ്പ് ചാറ്റ് ചെയ്യുന്നു, ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയാസ്, എല്ലാവരും ഇങ്ങനെ ഇരുന്ന് ഇത് തന്നെയാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് പുറമെ ഈ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് ഇത്രയും ഡേഞ്ചറസ് ആയിട്ട് പോലും അതിന് പുറമെ ഇപ്പൊ പുതിയതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാധനമാണ് പബ്ജി. എല്ലാവരും അഡിക്റ്റഡ് ആണ്. പബ്ജി എന്ന് പറയുന്ന ഒരു ഗെയിമിന് വേണ്ടിയിട്ട് എല്ലാവരും അഡിക്റ്റഡ് ആണ്. എല്ലാവരും രാത്രിയോ പകലോ ഇല്ലാതെ, ഭക്ഷണമോ ഇല്ല, ഉറക്കമോ ഇല്ലാതെയാണ് ഇപ്പൊ പബ്ജി കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതിന്റെ പബ്ജിയുടെ കമ്പനി തന്നെ ഒരു റെസ്ട്രിക്ഷൻ വെച്ചിരിക്കുകയാണ്. ഒരു ദിവസത്തിൽ 6 മണിക്കൂർ മാത്രമേ പബ്ജി ഗെയിം കളിക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ എല്ലാവരും ഇതിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇതിലേക്ക് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ ടെക്സ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു ചെറിയൊരു പ്രശ്നം എന്താ നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ ഫുൾ ടൈം നിങ്ങളെ നെക്ക് ബെൻഡ് ചെയ്തിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് ബെൻഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ ഹെഡ് എന്ന് പറയുന്ന ഈ തലയ്ക്ക് വെയിറ്റ് വരുന്നത് 6 കിലോന്റെ അടുത്താണ് വെയിറ്റ് വരുന്നത്. ഈ 6 കിലോ വെയിറ്റ് നമ്മൾ എപ്പോഴും ഇങ്ങനെ തൂക്കിയിട്ടിട്ട്, കഴുത്ത് ഇങ്ങനെ തൂക്കിയിട്ടിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഇരുന്ന് ഇത് നോക്കുന്ന സമയത്ത് നമ്മളെ ലോവർ നെക്കും അപ്പർ ബാക്കും ഇത് രണ്ടിനും ഭയങ്കരമായിട്ട് ഇഞ്ചുറി വരുന്നുണ്ട്. സോ ഇതാരും മനസ്സിലാക്കുന്നില്ല. ഗ്രാജുവലി ഈ ഒരു ഇഞ്ചുറി കൂടുന്നതിനനുസരിച്ചിട്ട് ഒരുപാട് പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്. സോ അതിനുള്ള ഒരു ചെറിയൊരു സൊല്യൂഷനാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. എല്ലാവരും മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കൈ റെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യും. ഇങ്ങനെ കൈ റെസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കഴിയുന്ന സമയത്ത് നമ്മുടെ കൈക്ക് ഭയങ്കര പെയിൻ വരാൻ തുടങ്ങും, നെക്കിന് പെയിൻ വരാൻ തുടങ്ങും. അതേപോലെ ഇങ്ങനെ കൈ ഫുൾ ടൈം കുത്തി വെക്കുന്ന സമയത്ത് ബ്ലഡ് ഫ്ലോയുടെ ഒരു പ്രോബ്ലം വരുന്നുണ്ട്. അപ്പോൾ ടെന്നസ് എൽബോ വരെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഇതിന്. സോ ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നതും, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ ഫോൺ മേലോട്ട് വെച്ച് യൂസ് ചെയ്യും. നമ്മൾ പല തരത്തിൽ ഇരുന്നിട്ട് പോസസ് ട്രൈ ചെയ്യാറുണ്ട്. പക്ഷെ എങ്കിൽ പോലും നമുക്ക് കുറെ സ്ട്രെസ് നെക്കിനും കൈക്കും എല്ലാം വരാറുണ്ട്. സോ ഇതിനുള്ള ചെറിയൊരു സൊല്യൂഷനാണ് ഇന്ന് പറയാൻ പോകുന്നത്. അത് വളരെ സിമ്പിൾ ആയിട്ട്, നമ്മളെ വീട്ടിലൊക്കെ പില്ലോ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇങ്ങനെ 2 പില്ലോ എടുത്തിട്ട് നമ്മൾ ഈ കൈയിന്റെ താഴോട്ടേക്ക് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നെക്ക് ഇവിടെ റെസ്റ്റ് ചെയ്യാനും പറ്റും. ഇങ്ങനെ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കൈക്ക് വെയിറ്റ് വരുന്നില്ല, അപ്പോൾ നമ്മളെ ഷോൾഡർ പെയിൻസ് വരില്ല. അതേപോലെ നമ്മളെ നെക്ക് വന്നിട്ട് താഴോട്ട് ബെൻഡ് ആവാതെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. എപ്പോഴും യോഗയിൽ വരെ പറയുന്നത് നമ്മളെ ബോഡിയുടെ ബാക്ക് സൈഡ് എപ്പോഴും മേലോട്ട് ബെൻഡ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. സോ ഇങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് എത്ര നേരം വേണമെങ്കിലും നമുക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ലോവർ നെക്കിനോ അപ്പർ ബാക്കിനോ ഒരു പ്രോബ്ലം വരുന്നില്ല. സോ നമുക്ക് എത്ര നേരം വേണമെങ്കിലും സ്ട്രെയിൻ ഇല്ലാതെ സുഖമായിട്ട് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി എല്ലാവരും ഇതുപോലെ ഇരിക്കാൻ നോക്കുക. ദിസ് ഇസ് വെരി കംഫർട്ടബിൾ ആക്ച്വലി.